ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാനിന്ന് തയ്യാറാക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള 5 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തരിവട്ട് ഉണ്ടാക്കിയെടുക്കാം. പേര് പോലെ തന്നെ ഇത് ഉണ്ടാക്കുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തരിവട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പാല്, ഏലക്കായും പഞ്ചസാരയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 5 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് തരിവട്ട് ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി നമുക്കൊരു പാൻ ചൂടാകാൻ വിട്ടിട്ട് അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. കൈയെടുക്കാതെ ഇളക്കി കൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് റവ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കായയും പഞ്ചസാരയും ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചിരവി എടുത്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ റവ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ഞാനിവിടെ 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് പഞ്ചസാര എന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര എല്ലാം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പുട്ടിനെല്ലാം നനയ്ക്കുന്നത് പോലെ ഒന്ന് കുറേശ്ശെ നനച്ചു കൊടുത്താൽ മതി പാല് കൊണ്ട്. അപ്പോൾ ഫൈനലി നമ്മുടെ തരിവട്ടിന് ആവശ്യമായിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ തരിവട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. തരിവട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സേവനാഴിയാണ്. താഴത്തെ പോർഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള സേവനാഴി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുകയാണ്. അതിലേക്ക് നമ്മുടെ മിക്സ് നിറച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മുടെ തരിവട്ട്. ഇത് നമുക്ക് ബേക്കറിയിൽ നിന്നെല്ലാം ലഭിക്കാറുണ്ട്. ഇങ്ങനത്തെ സേവനാഴി ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ലഡു ഷേപ്പിലൊക്കെ റൗണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് 5 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന തരിവട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്നല്ല, ഇത് എല്ലാവർക്കും ശരിയാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.